Hi everyone, welcome to this video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഫൈൻഡ് ദി ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി പവർ ഓഫ് എനി നമ്പർ. സോ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും ഫോർ എക്സാമ്പിൾ 2 അല്ലെങ്കിൽ 3, 4, 5, 6, 7, 8, 9 ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പവർ എത്ര വലിയ നമ്പർ ആണെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ആവാം 923, അല്ലെങ്കിൽ ഒരു 4 ഡിജിറ്റ് നമ്പർ ആവാം, അല്ലെങ്കിൽ ഒരു 5 ഡിജിറ്റ് നമ്പർ ആവാം. സോ നമ്മൾ ആ നമ്പറിൻ്റെ പവർ കാണുമ്പം കിട്ടുന്ന റിസൾട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും അത് നമ്മൾ ചെയ്തു നോക്കാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പോൾ 2 ടു ദ പവർ 923 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് 2 ഇൻറ്റു 2 ഇൻറ്റു 4 അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമുക്കൊരു മെത്തേഡ് വേണം. ആ മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. മിക്ക കമ്പറ്റേറ്റീവ് എക്സാംസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എഴുതേണ്ട ആവശ്യം പോലുമില്ല, നമുക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ആദ്യം 2ൻ്റെ കേസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾ റൈറ്റ്, സോ 2 ടു ദ പവർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 തന്നെയാണ് അല്ലേ. സോ ഇതിലെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 2 ആണ് അല്ലേ. ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അതുപോലെ 2 ടു ദ പവർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 4 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 4 തന്നെയാണ് അല്ലേ. ഓക്കെ, ഇനി 2 ടു ദ പവർ 3യോ? 2 ടു ദ പവർ 3 ഈസ് ഈക്വൽ ടു 8 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 8 തന്നെയാണ്. 2 ടു ദ പവർ 4 16 ആണ്. 16ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് അല്ലേ. അടുത്ത നമ്പർ എത്രയാണ്? 2 ടു ദ പവർ 5. 2 ടു ദ പവർ 5 എത്രയാണ്? 32 ആണ്. 32ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 2 ആണ്. ഇനി 2 ടു ദ പവർ 6 എടുക്കാം. 2 ടു ദ പവർ 6 എത്രയാണ്? 2 ടു ദ പവർ 6 64 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. റൈറ്റ്. ദെൻ 2 ടു ദ പവർ 7 എത്രയാണ്? 128. ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. ഓൾ റൈറ്റ്, ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കാം. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് കിട്ടിയത് 2 ആണ്. 2⁵ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് കിട്ടിയത് 2 ആണ്. ഓക്കെ, 2 ടു ദ പവർ 5 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് കിട്ടിയത് 2 ആണ്. 2 ടു ദ പവർ 2ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 2 ടു ദ പവർ 6ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. റൈറ്റ്. 2 ടു ദ പവർ 3യുടെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. 2 ടു ദ പവർ 7ൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 8 ആണ്. ഓൾ റൈറ്റ്, ഇനി 2 ടു ദ പവർ 8 കണ്ടു കഴിഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 128 ഇൻറ്റു 2 256. ലാസ്റ്റ് ഡിജിറ്റ് 6 വരും അല്ലേ. സോ നമ്മളിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതാത്തതുള്ളൂ. സോ ലാസ്റ്റ് ഡിജിറ്റ് 6 തന്നെ ആയിരിക്കും 2 ടു ദ പവർ 8ൻ്റെത്. 2 ടു ദ പവർ 8 ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, 256 ആണ്. 2 ടു ദ പവർ 8 ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. സോ നമുക്കിവിടെ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇല്ലേ. എന്താണ്? ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 2 ടു ദ പവർ 1ൻ്റെ അതേ ലാസ്റ്റ് ഡിജിറ്റാണ് 2 ടു ദ പവർ 5. റൈറ്റ്. 2 ടു ദ പവർ 2ൻ്റെ അതേ ലാസ്റ്റ് ഡിജിറ്റാണ് 2 ടു ദ പവർ 6നും. അതുപോലെ 2 ടു ദ പവർ 3യുടെ അതേ ലാസ്റ്റ് ഡിജിറ്റാണ് 2 ടു ദ പവർ 7. അതുപോലെ തന്നെ 2 ടു ദ പവർ 4ൻ്റെ അതേ ലാസ്റ്റ് ഡിജിറ്റാണ് 2 ടു ദ പവർ 8. സോ നമുക്ക് കാണാൻ പറ്റും ഒരു സൈക്ലിക് പാറ്റേൺ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും എന്താവുന്നുണ്ട്? സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2 ടു ദ പവർ 83 ലാസ്റ്റ് ഡിജിറ്റാണ് കാണേണ്ടത്. സോ നമ്മളിപ്പം പഠിച്ചത് വെച്ചിട്ട്, അതായത് ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. സോ 83 ഡിവൈഡഡ് ബൈ 4 കാണാം. ഓക്കെ, സോ നമുക്കറിയാം 83 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. റിമൈൻഡർ 3 കിട്ടും അല്ലേ. സോ റിമൈൻഡർ 3 ഉണ്ട്. അതായത് 2 ടു ദ പവർ
8 വരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. 81ൻ്റെ 2 ആയിരിക്കും, 82ൻ്റെ 4 ആയിരിക്കും, 83യുടെ എന്തായിരിക്കും 8 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. സോ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് 80, അതുകൊണ്ട് തന്നെ 80 വരെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. പിന്നെ 81ന് 2, 82 4, 83 8. അങ്ങനെ ഏത് നമ്പറിൻ്റെയും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 2 ടു ദ പവർ ഏത് നമ്പറിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേറെ ഒന്ന് എടുക്കാം നമുക്ക്. 2 ടു ദ പവർ 863. ഓക്കെ, 863. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? 863 ഡിവൈഡഡ് ബൈ 4 കാണുന്നു, 21, റൈറ്റ്? റിമൈൻഡർ 2, 3, 5 into 4, 20, റിമൈൻഡർ 3. നമുക്കിതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? 860 വരെ ഉള്ള നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 61 2, 62 4 and 63 8. ഓക്കെ, സോ ഈ 2 ടു ദ പവർ 863ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8 ആയിരിക്കും. ഗോട്ട് ഇറ്റ്? സോ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അത് നമ്മൾ ജസ്റ്റ് മനസ്സിൽ തന്നെ ഓർത്ത് വെച്ചാൽ മതി. അതായത് 2ൻ്റെ കേസിൽ അല്ലെങ്കിൽ 2 ടു ദ പവർ ഏത് നമ്പർ ആണെങ്കിലും ഓരോ 4 നമ്പേഴ്സ് കഴിയുമ്പോഴും ആ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദ ലാസ്റ്റ് ഡിജിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4ൻ്റെ മൾട്ടിപ്പിൾ കാണുക, അതായത് ആ പവറിനെ 4നോട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ. സോ 4ന് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ നമ്പർ വരെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ബാക്കി കിട്ടുന്ന റിമൈൻഡർ ഏതാണെന്ന് നോക്കുക. ആ റിമൈൻഡർ വെച്ചിട്ട് ഈ പാറ്റേണിൽ പോയി നോക്കാം. ഗോട്ട് ഇറ്റ്? ഓൾ റൈറ്റ്. സോ ഇനി നമുക്ക് 3യുടെ കേസ് എടുത്ത് നോക്കാം. 3യുടെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് നോക്കാം. 3 ടു ദ പവർ 1 is equal to 3. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 3 തന്നെയാണ്, അല്ലേ? സോ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. ആൻഡ് 3 സ്ക്വയർ is equal to 9. ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്, റൈറ്റ്? 3 to the power 3, we know 27, right? Last digit എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 7, right? 3 to the power 4 എത്രയാണ്? 81. ലാസ്റ്റ് ഡിജിറ്റ് 1. 3 to the power 5 എത്രയാണ്? 243. ലാസ്റ്റ് ഡിജിറ്റ് 3. 3 to the power 6 729. 3 to the power 6 729. ലാസ്റ്റ് ഡിജിറ്റ് 9. ഓക്കെ, സോ നമുക്കൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. 3 to the power 1 ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 3 to the power 5ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. നെക്സ്റ്റ് 3 സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. പവർ 6ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. ദെൻ 3 ടു ദ പവർ 3യുടെ 3 ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. അതുപോലെ 3 ടു ദ പവർ 7 ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 7 ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് 3 ടു ദ പവർ 4ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. സോ 3 ടു ദ പവർ 8ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഗോട്ട് ഇറ്റ്? സോ നമുക്ക് ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു. ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴുമാണ്, അല്ലേ? ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴുമാണ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും 4 സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമുക്ക് 3യുടെ പവർ ഏത് വരുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ 3യുടെ പവർ ഏത് വന്നു കഴിഞ്ഞാലും, എത്ര വലിയ നമ്പർ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കുമെന്ന് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പാറ്റേൺ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 3 ടു ദ പവർ 722. ഓക്കെ, 3 ടു ദ പവർ 722ൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് കാണേണ്ടത്, അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് കാണണം. സോ നമ്മൾ എന്ത് ചെയ്യണം? 722 പവർ എടുക്കുന്നു, റൈറ്റ്? ഡിവൈഡഡ് ബൈ 4, കാരണം 4 സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ആവുന്നത്. സോ 18, റൈറ്റ്? സോ 72ൽ 18 ഫോൾസ് ഉണ്ട്. സോ 72 റിമൈൻഡർ 2, റൈറ്റ്? റിമൈൻഡർ 2.
റൈറ്റ് 180. സോ 180 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720 ആണ്. റൈറ്റ് 180 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720 ആണ്. സോ റിമൈൻഡർ എത്രയാണുള്ളത്? റിമൈൻഡർ 2 ആണുള്ളത്. വിച്ച് മീൻസ് 3 ടു ദ പവർ 720 വരെ ഉള്ള നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി 721ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 721 3 722 9. സോ 3 ടു ദ പവർ 722ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, 3 ടു ദ പവർ 351. ഓക്കെ, 3 ടു ദ പവർ 351. സോ നമ്മൾ എന്ത് ചെയ്യണം? 351നെ 4 ഡിവൈഡ് ചെയ്യുന്നു. അതായത് 4 സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 4 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. സോ 351 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് വരിക? 8 32 then 31, right? Okay, so 7 87, right? 7 into 4 28, remainder 3, right? So remainder ആയിട്ട് കിട്ടിയിരിക്കുന്നത് 3 ആണ്. സോ 3 ടു ദ പവർ 348 വരെയുള്ള നമ്പറിൻ്റെ 348 ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഇനി നമ്മൾ കണ്ട് 49 എന്തായിരിക്കും? 3 ആയിരിക്കും. 59 ആയിരിക്കും. 51 എന്തായിരിക്കും? 7 ആയിരിക്കും. റൈറ്റ്, 51 എന്തായിരിക്കും? 7 ആയിരിക്കും. ഓൾ റൈറ്റ്, ഇനി നമുക്ക് 4ൻ്റെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 4ൻ്റെ എങ്ങനെ വരും നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി പവർ ഓഫ് 4. 4 ടു ദ പവർ 1 വി നോ the last digit is 4, right? 4 square 16, last digit is 6. 4 cube 64, last digit 4. 4 to the power 4 256, last digit 6. So ഇത്രയും മതി, കാരണം നമുക്കൊരു പാറ്റേൺ കിട്ടി. റൈറ്റ്, 4 to the power 1 4, 4 to the power 3 or 4 cube 4, right? 4 square 6 last digit and 4 to the power 4 last digit 6. So എത്ര സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഓരോ 2 സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2ൻ്റെയും 3ൻ്റെയും കേസിൽ നമ്മൾ കണ്ടത് 4 സ്റ്റെപ്സ് കഴിയുമ്പോഴായിരുന്നു ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ 4ൻ്റെ കേസിൽ 2 സ്റ്റെപ്സ് കഴിയുമ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് 4 അല്ലെങ്കിൽ 6 ആണ് അല്ലേ? 2 ഡിജിറ്റ്സേ ഉള്ളൂ. സോ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ ഓഡ് നമ്പർ ആയിട്ട് വരുമ്പം ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. ഓക്കെ, 4ൻ്റെ പവർ ഓഡ് നമ്പർ ആയിട്ട് വരുമ്പം, ഫോർ എക്സാമ്പിൾ 1 അല്ലെങ്കിൽ 3 ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. പവർ ഈവൻ നമ്പർ ആയിട്ട് വരുമ്പം ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. റൈറ്റ്, 2 കേസിൽ നമ്മൾ കണ്ടു. സോ അതാണ് പാറ്റേൺ. ഓക്കെ, നേരത്തെ ഫുൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടു അല്ലേ? പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ ജസ്റ്റ് പവർ നോക്കുക. പവർ ഓഡ് ആണെങ്കിൽ എന്തായിരിക്കും? 4 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. പവർ ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ 4 ടു ദ പവർ 721 ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റാണ് കാണേണ്ടത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പവർ 721 ആണ്. എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. സോ ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. റൈറ്റ്, നമ്മൾ പറഞ്ഞു ഓഡ് നമ്പേഴ്സ് പാറായിട്ട് വരുന്ന കേസിൽ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഈവൻ നമ്പേഴ്സ് പാറായിട്ട് വരുന്ന കേസിൽ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. വേറെ എക്സാമ്പിൾ എടുക്കാം. 4 ടു ദ പവർ 342. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് കണ്ടത്. സോ പവർ എത്രയാണ്? 342. ഇറ്റ്സ് ആൻ ഈവൻ നമ്പർ. സോ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി 6. റൈറ്റ്, സോ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും, കാരണം ഈവൻ പവർ വരുന്നതുകൊണ്ട്. സോ 4ൻ്റെ കേസ് വളരെ ഈസിയാണ്. ഓൾ റൈറ്റ്, നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി പവർ ഓഫ് 5. സോ ഇത് വളരെ ഈസിയാണ്. പവർ ഓഫ് 5ൻ്റെ ഏത് പവർ വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് 5 തന്നെ ആയിരിക്കും. ഓക്കെ, 5 തന്നെ ആയിരിക്കും.
5ൻ്റെ എത്ര മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് 5 തന്നെ ആയിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. 5നോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 5 തന്നെ കിട്ടുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ 5 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 25 നമുക്ക് കാണാൻ പറ്റും ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്, റൈറ്റ്. 5 ക്യൂബ് എടുത്തു കഴിഞ്ഞാലും 125 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 to the power 4 എടുത്തു കഴിഞ്ഞാൽ 625 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. സോ 5ൻ്റെ കേസിൽ എന്തില്ല, നമ്മൾ കാണേണ്ടതൊന്നുമില്ല. ലാസ്റ്റ് ഡിജിറ്റ് 5 to the power ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് 5 തന്നെ ആണ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി 6ൻ്റെ കേസ് നോക്കാം. 6ൻ്റെ കേസിലും 5നെ പോലെ തന്നെയാണ്, ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 6 തന്നെ ആയിരിക്കും. ഓക്കെ, 6 to the power 1 6 ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 സ്ക്വയർ 36 ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 6 ക്യൂബ് 216 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 6 ആണ്. സോ 6ൻ്റെ കേസിലും 6 to the power ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 6 തന്നെ ആയിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് 7ൻ്റെ കേസ് നോക്കാം. ഓക്കെ, 7 to the power 1 7 തന്നെ, ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 7 ആണ്, റൈറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് 7 തന്നെയാണ്. 7 സ്ക്വയർ 49 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 9 ആണ്. 7 ക്യൂബ് എത്രയാണ്, 343 ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. 7 to the power 4 എത്രയാണ്, 2401 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 1 ആണ്. 7 to the power 5 എത്രയാണ്, 16,807 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 7 ആണ്. 7 to the power 6 എത്ര വരുന്നത്, 1,17,649. ഓക്കെ, സോ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 9 ആണ്. സോ നമുക്ക് പാറ്റേൺ കിട്ടി ഇവിടെ ഓൾറെഡി. സോ 7 to the power 1 7 to the power 5 ഇതിൻ്റെ രണ്ടിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് സെയിം ആണ്. 7 സ്ക്വയർ 9 7 to the power 6ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അതുപോലെ 7 ക്യൂബ് 3 7 to the power 7 3 ആയിരിക്കും, റൈറ്റ്. ദെൻ 7 to the power 4 1 ആണ്. 7 to the power 8ൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 1 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ പാറ്റേൺ കിട്ടി. അതായത് ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും 3ൻ്റെയും 2ൻ്റെയും കേസിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴുമാണ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ സെയിം മെത്തേഡ് തന്നെ. ഫോർ എക്സാമ്പിൾ 7 to the power 343 ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ 343 ഡിവൈഡഡ് ബൈ 4 എടുക്കുന്നു, റൈറ്റ്. സോ എത്രയാണ് ആൻസർ, റിമൈൻഡർ നോക്കുന്നു, റൈറ്റ്, 23, റൈറ്റ്. സോ 3 ആണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ 340 വരെ ഉള്ള നമ്പറിൻ്റെ, അതായത് 7 to the power 340 വരെ ഉള്ള നമ്പറിൻ്റെ റിമൈൻഡർ 1 ആയിരിക്കും. 41 7 ആയിരിക്കും. 42 9 ആയിരിക്കും. ആൻഡ് 43 വിൽ ബി 3 ആയിരിക്കും. ഈ കേസിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, 4 സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ 4നോട് ഡിവൈഡ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്. ഇനി നമുക്ക് 8ൻ്റെ കേസ് നോക്കാം. ഓക്കെ, 8 to the power 1 8 തന്നെ, ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്, 8 ആണ് അല്ലേ. ലാസ്റ്റ് ഡിജിറ്റ് 8 തന്നെയാണ്. ദെൻ 8 സ്ക്വയർ 64, റൈറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 4 ആണ്. 8 ക്യൂബ് 512 ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. 8 to the power 4 4096 ലാസ്റ്റ് ഡിജിറ്റ് is 6. 8 to the power 5 32,768 ലാസ്റ്റ് ഡിജിറ്റ് 8. 8 to the power 6 2,62,144 ലാസ്റ്റ് ഡിജിറ്റ് is 4. ഓൾ റൈറ്റ്, നമുക്ക് പാറ്റേൺ കിട്ടി, റൈറ്റ്.
8 to the power 1ൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 8 ആണ്. 8 to the power 5ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. റൈറ്റ്. 8 സ്ക്വയറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 8 to the power 6ൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 4 ആണ്. റൈറ്റ്. 8 ക്യൂബിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. സോ 8 to the power 7ൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 2 ആയിരിക്കും. റൈറ്റ്. ദെൻ 8 to the power 4ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. 8 to the power 8ൻ്റെ ലാസ്റ്റ് ഡിജിറ്റും 6 ആയിരിക്കും. സോ പാറ്റേൺ എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴും ആണ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. റൈറ്റ്. ഓരോ 4 സ്റ്റെപ്സ് കഴിയുമ്പോഴുമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കാണേണ്ട നമ്പറിൻ്റെ ഫോർ എക്സാമ്പിൾ 8 to the power 562 ആണെന്ന് വെക്കാം. ഓക്കെ. സോ 562 ഡിവൈഡഡ് ബൈ 4 ബിക്കോസ് 4 സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? സോ 562 ബൈ 4 എത്രയാണ്? 114 is equal to 56 then 2 140 right. So 140 remainder 2 right. 140 remainder 2. So 560 വരെയുള്ള നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലേ? 561ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 8 ആയിരിക്കും. 562ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? 5 to the power 562ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ. ഓൾ റൈറ്റ്. ഇനി നമുക്ക് 9 നോക്കാം. ഓക്കെ. 9ഉം വളരെ ഈസിയാണ്. 9 to the power 1 നമുക്കറിയാം 9 തന്നെയാണ്. ലാസ്റ്റ് ഡിജിറ്റും 9 റൈറ്റ്. സോ നമ്മൾ 4ൻ്റെ ഡിസ്കസ് ചെയ്ത പോലെയാണ് 9ൻ്റെ കേസ്. 9 സ്ക്വയർ എത്രയാണ്? 81 റൈറ്റ്. ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ്. 9 ക്യൂബ് എത്രയാണ്? 729 ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 9 ആണ്. 9 to the power 4 എത്രയാണ്? 6561 ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. സോ നമുക്ക് കാണാൻ പറ്റും പവർ 1ൻ്റെയും പവർ 3യുടെയും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 9 ആണ്. പവർ 2ൻ്റെയും പവർ 4ൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി 9ൻ്റെ പവർ ഓഡ് നമ്പർ ആവുമ്പം ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 9 വരും. 9ൻ്റെ പവർ ഈവൻ നമ്പർ ആവുമ്പം എന്ത് വരും? ലാസ്റ്റ് ഡിജിറ്റ് 1 വരും. ഗോട്ട് ഇറ്റ്? 9ൻ്റെ പവർ ഓഡ് നമ്പർ ആവുമ്പം 1 3 7 5 9 ഇങ്ങനെ ഓഡ് നമ്പറായി വരുമ്പം ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9ൻ്റെ പവർ ഈവൻ നമ്പർ ആകുമ്പോൾ ലൈക്ക് 2 4 അല്ലെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് ഏത് വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 1 ആണ്. റൈറ്റ്. ഫോർ എക്സാമ്പിൾ 9 to the power 733 നമുക്ക് കാണാൻ പറ്റും പവർ ഒരു ഓഡ് നമ്പറാണ് അല്ലേ? ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വരുന്ന കേസിൽ ഏതായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്? 9 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. റൈറ്റ്. ഇനി പവർ ഒരു ഈവൻ നമ്പറായിട്ട് വരുന്ന കേസ് എടുക്കാം. 244 9 to the power 244. സോ പവർ എന്താണ്? ഒരു ഈവൻ നമ്പറാണ്. റൈറ്റ്. സോ എന്തായിരിക്കും? ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഓക്കെ. ഓൾ റൈറ്റ്. സോ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.